കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഏർലി പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. പല സ്ത്രീകളും അവർ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈ ഒരു ലക്ഷണം ഫേസ് ചെയ്യാറുണ്ട്. പലരും ഇത്തരത്തിലുള്ള ലക്ഷണം കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ളൊരു മിസ്റ്റേക്കും ചെയ്തിട്ട് പലരുടെയും പ്രഗ്നൻസി കെമിക്കൽ പ്രഗ്നൻസി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ മിസ്കാരേജ് ആയി പോകുന്ന ഒരു സിറ്റുവേഷനും വരാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷണം കാണുമ്പോഴേക്കും നിങ്ങൾ ശരീരം മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ചൂടും തണുപ്പും മഴയും ഒക്കെ ഒന്ന് ഇടകലർന്ന് വരുന്ന ഒരു ക്ലൈമറ്റ് ആണ്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പലർക്കും അലർജീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് ജലദോഷം, മൂക്കടപ്പ്, അതുപോലെ തന്നെ ചുമ, തുമ്മല് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് വീക്കായിരിക്കും. ഓൾറെഡി അലർജീസ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ, അതായത് ഡസ്റ്റ് അലർജി ഉള്ളവര്, പെട്ടെന്ന് നമ്മളിപ്പോ ഒന്ന് മഴ നനഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജലദോഷം വരുന്നവര്, അതുപോലെ ഒന്ന് മഞ്ഞ് കൊണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തുമ്മലും ജലദോഷവും അലർജീസും ഒക്കെ ഉണ്ടാവുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രഗ്നൻസിയുടെ ടൈം എന്ന് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവർക്ക് അലർജീസ് കണ്ടിന്യൂസ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എന്റെ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ എന്റെ മോള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു. പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു ഡസ്റ്റ് അലർജി. അതായത് പൊടി ഭയങ്കരമായിട്ട് എനിക്ക് അലർജി ആയിരുന്നു. ആ ഒരു പൊടി അടിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം വരെ ഞാൻ നിർത്താതെ തുമ്മുമായിരുന്നു. ഏകദേശം ഒരു ഉച്ച അല്ലെങ്കിൽ ഒരു വൈകുന്നേരം വരെയൊക്കെ ഫുള്ളായിട്ട് അങ്ങോട്ട് തുമ്മിയിട്ട് അതിനുശേഷം തളർന്നായിരുന്നു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നേ കേട്ടോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഭയങ്കര വേഴ്സ് ആയിരുന്നു. കാരണം പെട്ടെന്ന് എനിക്ക് ജലദോഷം വരാനായിട്ട് തുടങ്ങി. ഒരു മാസത്തിൽ 2 തവണയെങ്കിലും ജലദോഷം ഉണ്ടാകും. ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഫുള്ള് നിർത്താതെ അങ്ങോട്ട് തുമ്മിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഡോക്ടറോട് പറയുമായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് തുമ്മുമ്പോഴേക്കും നിർത്താതെ അങ്ങോട്ട് തുമ്മുമ്പോഴേക്കും നമ്മളുടെ പ്രഗ്നൻസി ആയിട്ടുള്ള സമയത്ത് ഫസ്റ്റ് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് ഒരുപാട് സംശയം ഉണ്ടാകും. കാരണം നമ്മൾ തുമ്മുമ്പോൾ ഇത് മിസ്കാരേജ് ആയി പോവോ, ചുമക്കുമ്പോൾ മിസ്കാരേജ് ആയി പോവോ എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മളുടെ മൈൻഡിലുണ്ടാകും. അങ്ങനെ ഈ കാര്യം ഡോക്ടറോട് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞൊരു കാര്യമാണ്, പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്കായിരിക്കും. ഈ ഇമ്മ്യൂണിറ്റി വീക്ക് ആകുമ്പോഴേക്കും നമുക്ക് റെക്കറന്റ് ആയിട്ട് അലർജീസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ചുമച്ചു എന്ന് വിചാരിച്ചു, നമ്മൾ തുമ്മിയെന്ന് വിചാരിച്ചു, അതൊരിക്കലും കുഞ്ഞിന് ഹാംഫുൾ ആവില്ല. കാരണം കുഞ്ഞ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ലെയേഴ്സിനകത്താണ് കുഞ്ഞ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചുമച്ചാലോ ഒന്ന് ആഞ്ഞു തുമ്മിയാലോ ഒന്നും ആ ഒരു പ്രഗ്നൻസി ഏർലി സ്റ്റേജിലൊന്നും മിസ്കാരേജ് ആയി പോകാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇൻഫെക്ഷൻസ് കൂടി പോയി കഴിഞ്ഞാൽ, ഒരു തുമ്മല് കൂടുതലായിട്ട് വന്ന് നമുക്ക് ജലദോഷമായി, നമുക്ക് കഫക്കെട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ആന്റിബയോട്ടിക്സ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. ആക്ച്വലി നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മളത് വിചാരിക്കാതെ നമ്മൾ ഡോക്ടറെ കാണണ്ട, നമ്മൾ സ്വയം ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നീട്ടി പോകുമ്പോഴേക്കും അത് ആന്റിബയോട്ടിക്സ് നമ്മൾ ആവശ്യമില്ലാതെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പൊ ആ കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അലർജീസ് ഉണ്ടാകുന്നതിനായിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ഹോർമോണിന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും ഇൻക്രീസ്. പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ആ ഒരു പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും ഇൻക്രീസ് ആകണം. നമ്മളുടെ സാധാരണയായിട്ട് നമുക്ക് പ്യൂബർട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഹോർമോൺസ് 2 ടൈപ്പ് ആയിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ ഫേസിൽ, അതായത് നമ്മുടെ ഫോളിക്കുലർ ഫേസിൽ ഈസ്ട്രജൻ ഹോർമോണും ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ ഹോർമോണും. ഇതിന്റെ 2ന്റെയും ഇൻക്രീസ് ഒരുമിച്ച് നമുക്ക് ഉണ്ടാകുന്നത് പ്രഗ്നൻസി ആകുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മളുടെ ശരീരം ഫസ്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ചേഞ്ചസ് അവിടെ വരുമ്പോഴേക്കും ഓൾറെഡി നമ്മുടെ ബോഡി ഭയങ്കര വീക്കായിരിക്കും. പ്രഗ്നൻസിയുടെ ഒരു ഹോർമോൺ ചേഞ്ചസും അതുപോലെ തന്നെ പ്രഗ്നൻസി ആകുമ്പോൾ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, മറ്റുള്ള ലക്ഷണങ്ങൾ, ഇതെല്ലാം കൊണ്ട് നമ്മുടെ ബോഡി വീക്കായിരിക്കും. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഭയങ്കരമായിട്ട് വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അലർജീസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ശരീരത്തിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് വരുന്ന സമയത്ത്, നമ്മുടെ പ്യൂബർട്ടി, നമ്മുടെ പ്രഗ്നൻസി, നമ്മളുടെ മെനോപോസ്, ഡെലിവറി ടൈം, അങ്ങനെയുള്ള ടൈമിലൊക്കെ പെട്ടെന്ന് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങളുമായിട്ട് നമ്മളുടെ ശരീരം ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നതിന്റെ ഭാഗമായിട്ടും നമ്മളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഭയങ്കരമായിട്ട് ലോ ആയി പോകും. ഇതിന്റെ കാരണമായിട്ടും നമുക്ക് ഒരുപാട് സ്ത്രീകൾക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവ് മൂലം മറ്റുള്ള അലർജീസും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ
ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണം നമ്മളുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അമ്മയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ടിനേക്കാളും കൂടുതൽ കുഞ്ഞിനെ ആ ഒരു ഏർലി സ്റ്റേജിൽ ആ ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് കൊടുത്ത് അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ശരീരം സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇമ്മ്യൂണിറ്റി വീക്കായി പോകുന്നത് കേട്ടോ. ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അലർജി സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമുക്ക് തുമ്മലുണ്ടാകുന്നു, ജലദോഷം ഉണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു, നമ്മുടെ ഐസിലൊക്കെ നമുക്ക് ചൊറിച്ചിൽ, കണ്ണിലും അതുപോലെ മേത്ത് ശരീരഭാഗങ്ങളിലൊക്കെ നമുക്ക് ചൊറിച്ചിലുണ്ടാവുക. ഓൾറെഡി ഉള്ള ഒരാൾക്ക് ഈ സിംറ്റംസ് പ്രഗ്നൻസി സമയത്ത് ഭയങ്കരമായിട്ട് വേഴ്സ് ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ഏകദേശം നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ, അതായത് പീരിയഡ്സ് മിസ്സായി കഴിഞ്ഞ് ഉടനെ തന്നെയോ അല്ലെങ്കിൽ പീരിയഡ്സ് മിസ്സാകുന്നതിന് മുൻപ് തന്നെയോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സമയത്ത് ഉണ്ടായത് പ്രഗ്നൻസി ആണോ അല്ലെങ്കിൽ ഓൾറെഡി അലർജീസ് ഉള്ള ഒരാൾക്ക് ആ അലർജീസ് തന്നെ പിന്നെയും ഉണ്ടായതാണോ എന്ന് വിചാരിച്ചിട്ട് പലരും ചെയ്തു വെക്കുന്ന മിസ്റ്റേക്സ് ഉണ്ട്. അതായത് നമ്മൾ കൂടുതൽ പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജലദോഷവും തുമ്മലും ഒക്കെ വന്നു കഴിഞ്ഞാൽ സിട്രസിൻ പോലുള്ള മെഡിസിൻസ് ഒക്കെ കൂടുതലായിട്ട് എടുത്ത് കഴിക്കുക. ഒരു കൂടുതലായിട്ട് നമുക്ക് സെഡേറ്റീവ് മെഡിസിൻസ് എഫക്ട് തരുന്ന മെഡിസിൻസ് ഒക്കെ പ്രഗ്നൻസി സമയത്ത് നമ്മൾ എടുക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ തലവേദന ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പ്രഗ്നൻസി സമയത്ത് ഒരിക്കലും അത് കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഏത് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തിന് ശേഷം നിങ്ങൾക്ക് പുതിയതായി കാണുന്ന ബുദ്ധിമുട്ടുകളും ലക്ഷണങ്ങളും ഒക്കെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മെഡിസിൻ എടുക്കേണ്ടത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. നിങ്ങൾ അവിടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സെക്കൻഡറി ആണ്. ഏറ്റവും ആദ്യം നിങ്ങൾ ഡോക്ടറോട് പറയേണ്ടത് നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ട, അതായത് ഒരു പ്രഗ്നന്റ് ആകാൻ ട്രൈ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ആയ ഒരു സ്ത്രീക്ക് വേണ്ടുന്ന ഡോസിലുള്ള മെഡിസിൻസ് മാത്രമേ ഒരു ഡോക്ടർ നമുക്ക് എഴുതി തരികയുള്ളൂ. അല്ലാതെ കൂടുതൽ നമ്മളുടെ ഇഷ്ടപ്രകാരം ഡോളോ കൂടുതലായിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ സിട്രസിൻ മെഡിസിൻ കൂടുതലായിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ തലവേദനയ്ക്കുള്ള മെഡിസിൻ കൂടുതലായിട്ട് എടുക്കുന്നതോ പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജിലെ കുഞ്ഞിന്റെ വളർച്ചയെ സാരമായിട്ട് തന്നെ ബാധിക്കും. നിങ്ങളുടെ ശരീരവും ബ്രെയിനും തമ്മിലുള്ള ഒരു സിഗ്നൽ കണക്ഷൻ അവിടെ കട്ടായി പോകുന്നു, നമ്മൾ കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് വളരാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസിന്റെ ഉൽപാദനം അവിടെ കുറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ പ്രഗ്നൻസീസോ അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ മിസ്കാരേജ് ഉണ്ടായി പോകാനായിട്ടുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് നമ്മളുടെ ഈ ഒരു ചുറ്റുവട്ടത്തുണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളിൽ അലർജീസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ശ്രദ്ധിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ സ്വയം മെഡിസിൻ എടുക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അത് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.